ബിജെപിയും കോൺഗ്രസും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അധികാരം പങ്കിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അമൂൽ ഡയറി തെരഞ്ഞെടുപ്പിൽ അധികാരം പങ്കിടാനായിട്ട് ബിജെപിയും കോൺഗ്രസും വിട്ടുവീഴ്ച നയം പ്രയോഗിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിശദമായി പറയുകയാണെങ്കിൽ നടക്കാനിരിക്കുന്ന അമൂൽ ഡയറി തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കാനായി രാഷ്ട്രീയ നീക്കങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. 2020 പോലെ തന്നെ അധികാരം പങ്കിടുന്നതിന് ബിജെപിയും കോൺഗ്രസും ഒരു വിട്ടുവീഴ്ച ഫോർമുലയിലേക്ക് പോകുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഓഗസ്റ്റ് 12 വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഏത് സമയത്തും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാം. ഗുജറാത്ത് ബിജെപി പ്രസിഡന്റായിട്ടുള്ള CR പാട്ടീലിന്റെ അടുത്ത അനുയായിയായ സൂറത്തിലെ ഒരു പ്രമുഖ വ്യവസായി ഈ തെരഞ്ഞെടുപ്പുകളിൽ മധ്യസ്ഥത വഹിച്ചിട്ടുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ മധ്യസ്ഥൻ ബിജെപിയുടെയും കോൺഗ്രസിന്റെയും നേതാക്കൾക്കിടയിൽ ഒരു രഹസ്യ കൂടിക്കാഴ്ച നടത്തി അവിടെ ഒരു തന്ത്രം ചർച്ച ചെയ്തു എന്നും ബിജെപിക്ക് 7 സീറ്റുകൾ ലഭിക്കുമെന്നും കോൺഗ്രസിന് 5 സീറ്റുകൾ ലഭിക്കുമെന്നും ചെയർമാൻ സ്ഥാനം ബിജെപിക്ക് ലഭിക്കും, വൈസ് ചെയർമാൻ സ്ഥാനം കോൺഗ്രസിനും ലഭിക്കുമെന്നുള്ള തലത്തിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. 2020 തെരഞ്ഞെടുപ്പിൽ ബിജെപി 7 സീറ്റുകളും കോൺഗ്രസിന് 5 സീറ്റുകളും ലഭിച്ചതായി സഹകരണ മേഖലയിലെ രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. ചെയർമാൻ സ്ഥാനം ബിജെപി നിലനിർത്തിയപ്പോൾ വൈസ് ചെയർമാൻ സ്ഥാനം കോൺഗ്രസ് നേതാവ് രാജേന്ദ്ര സിംഗ് പർമറിനായിരുന്നു. മുൻ ഭരണകാലത്ത് ബിജെപി 3 ഡയറക്ടർമാരെ സർക്കാർ പ്രതിനിധികളായി നിയമിച്ചിരുന്നു. എന്നാൽ ഗുജറാത്ത് ഹൈക്കോടതി പിന്നീട് ഈ നിയമനങ്ങൾ റദ്ദാക്കിയിരുന്നു. ഇത്തവണ അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാനാണ് ബിജെപി താൽപ്പര്യപ്പെടുന്നത്. കാരണം ഒരു നേർക്കുനേർ മത്സരം അമൂലിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ ചിലപ്പോൾ ഇടയാക്കിയെന്ന് വരും. കേഡ ജില്ലയിൽ നിന്നുള്ള ഒരു മുതിർന്ന സഹകരണ നേതാവും 16 വർഷം അമൂലിന്റെ ചെയർമാനുമായി സേവനമനുഷ്ഠിച്ച രാം സിംഗ് പർമറിന്റെ പങ്ക് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2020 പർമറിന്റെ 10 സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നു. എന്നിരുന്നാലും അദ്ദേഹം ഇപ്പോൾ ഒരു ബിജെപി MLA ആണ്. അമൂലിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഇത് ആന്തരിക അതിർത്തിക്ക് കാരണമായി. കേഡ, മഹിസാഗർ ജില്ലകളിലെ ബിജെപി പാനൽ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ അനുയായികൾ നിശബ്ദമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഈ പദ്ധതികളെക്കുറിച്ച് ബിജെപിക്ക് അറിയാമെന്നും വൃത്തങ്ങൾ പറയുന്നു. അമൂൽ ഡയറി തെരഞ്ഞെടുപ്പിലെ 12 ബ്ലോക്കുകളിൽ 5 ബ്ലോക്കുകളിൽ ബോർസാദിൽ 1, കേഡയിൽ 2, മഹിസാഗറിൽ 2 ബ്ലോക്കുകളിൽ ബിജെപി ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധ്യതയുണ്ട്. ഇത് കോൺഗ്രസിന് വിജയം എളുപ്പമാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. വർഷങ്ങളായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതും പരമ്പരാഗതമായി രവജിത് പട്ടേൽ വിജയിച്ചതുമായ ഒരു വ്യക്തിഗത അംഗം 25 വോട്ടുകൾ മാത്രം വഹിക്കുന്ന ഒരു ഡയറക്ടർ സ്ഥാനവുമുണ്ട്. 2020 അമൂൽ ഡയറിയുടെ നിയന്ത്രണം ബിജെപി ഏറ്റെടുത്തതിന് ശേഷം അവർ 3 സർക്കാർ പ്രതിനിധികളെ നിയമിച്ചിരുന്നു. അവരുടെ ഭൂരിപക്ഷം ഉപയോഗിച്ച് കോൺഗ്രസിന്റെ മുൻ MLA രാജേന്ദ്ര സിംഗ് പർമറിനെ വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും റാം സിംഗ് പർമറിനെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ആനന്ദിൽ നിന്നുള്ള മുൻ കോൺഗ്രസ് MLA കാന്തി സോത്ത ബിജെപിയിൽ ചേരുകയും ഡയറിയുടെ വൈസ് ചെയർമാനായി നിയമിക്കപ്പെടുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും ബിജെപി കോൺഗ്രസ് സഖ്യം അധികാരം പങ്കിടുന്ന കണക്കാണ് നിലവിൽ ഈ ഒരു ചർച്ചയുടെ അന്തിമ തീരുമാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതായിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ തന്നെ ബിജെപിക്ക് 7 സീറ്റുകൾ ലഭിക്കുന്ന തരത്തിലോട്ടും കോൺഗ്രസിന് 5 സീറ്റുകൾ ലഭിക്കുന്ന തരത്തിലോട്ടും ചെയർമാൻ സ്ഥാനം ബിജെപിക്കും വൈസ് ചെയർമാൻ സ്ഥാനം കോൺഗ്രസിനും ലഭിക്കുന്ന തരത്തിലോട്ടാണ് ആ ചർച്ചയുടെ ഒരു അന്തിമ ഘട്ട തീരുമാനമെന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ, അതായത് അമൂൽ ഡയറി തെരഞ്ഞെടുപ്പിൽ ബിജെപി കോൺഗ്രസ് സഖ്യം വിജയം ഉറപ്പിക്കുകയും ഭരണം പങ്കിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ എത്തുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്.